ഹലോ, നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് ഫഹദിനെ പറ്റി സംസാരിക്കാം. അല്ല, ഫഹദ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഫോളോ ചെയ്യരുതെന്നൊക്കെ ഭരദ്വാജ് രംഗനാഥനായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ ഒരാളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം മാത്രം ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു പോളിസി. അപ്പോൾ എന്തായാലും ഫഹദിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം. നല്ല രീതിയിലാണ് കേട്ടോ, മോശമായിട്ടല്ല. ഞാൻ ഫഹദിൻ്റെ ആ ഇൻ്റർവ്യൂ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കണ്ടു. പിന്നെ അതിൻ്റെ ക്ലിപ്പുകൾ ചിലത് കണ്ടു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഫഹദ് പറഞ്ഞ ചില കാര്യങ്ങൾ. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് വർത്ത് ഡിസ്കഷൻ. ഒരു പോയിന്റ് ഫഹദ് പറഞ്ഞത്, എന്നെ ഫോളോ ചെയ്യരുത്. നിങ്ങളിപ്പോൾ സിനിമ കാണുകയാണെങ്കിൽ സിനിമയുടെ സമയത്ത് നിങ്ങൾ എന്നെപ്പറ്റി ഓർക്കുക, കഥാപാത്രത്തെ ഓർക്കുക, സിനിമ കാണുക, എൻജോയ് ചെയ്യുക. തിരിച്ചിപ്പം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ ഇടയ്ക്ക് ആ പോകുന്നതിൻ്റെ സമയത്ത് നിങ്ങൾ കാണുക. അത് കഴിഞ്ഞ് തീന്മേശയിൽ പിന്നെ ഞാനോ സിനിമയോ ഒന്നും ചർച്ചയാവരുതെന്ന് പറഞ്ഞു. ഇതിലൊരു ശരിയായ ഒരു തോട്ടുമുണ്ട്, അതിൽ ശരിയല്ലാത്തൊരു തോട്ടുമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരു സിനിമ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ കാണുന്ന 2-3 മണിക്കൂറിൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഓർത്തെടുക്കുന്നതും അതിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ സിനിമയുടെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ സിനിമ റിലീസാവുന്നതിന് മുമ്പേ ഇപ്പോൾ നടന്മാരൊക്കെ ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സ്റ്റേജിൽ കയറി പല വേദികളിൽ പ്രസംഗിക്കുകയും സംസാരിക്കുകയും ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയൊക്കെ ആവശ്യമുണ്ട്. കാരണം നടന്മാരുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഈ സംഭവം കൂടെ അവർക്ക് കൊടുക്കുന്ന പൈസ ഇതും കൂടെയായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അല്ലാണ്ട് ഇപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി, അഭിനയിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന് മുമ്പ് വിളിക്കുന്ന സ്റ്റേജിലൊന്നും ഞാൻ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം സിനിമ എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നതിൻ്റെ മുമ്പേയും ഉണ്ടെങ്കിൽ സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അതിന് ശേഷവും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൽ ശരിയായൊരു തോട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിനിമയ്ക്കും സിനിമാ നടന്മാർക്കും അത്ര വില കൊടുത്താൽ മതി എന്നുള്ളൊരു ധ്വനിയും കൂടെ അതിലുണ്ട്, വിച്ച് ഈസ് എ റൈറ്റ് പോയിന്റ്. എനിക്ക് തോന്നുന്നത് നമ്മൾ പലപ്പോഴും സിനിമയ്ക്കും സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കും സിനിമാ നടന്മാർക്കും നടന്മാർക്കും ഒക്കെ തന്നെ നമ്മൾ ഒരു അമിതമായ ഒരു പ്രസക്തി കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിപ്പം അവർ പറയുന്ന കാര്യങ്ങളായാലും അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കഥകളായാലും അത് സാമൂഹ്യ മാധ്യമത്തിൽ തുടങ്ങിയല്ല. എനിക്ക് ഭയങ്കര സിനിമാ ഭ്രാന്താണ്. അപ്പോൾ ഞാൻ ചെറുതാകുമ്പം ഈ ഫിലിം ഫെയറും സാധനങ്ങളൊക്കെ വായിക്കുന്ന സമയത്തും അച്ഛൻ വന്നിട്ട് എൻ്റെ അടുത്ത് ആ പുസ്തകം എടുത്തിട്ട് പറഞ്ഞ്, എന്നിട്ട് പേജ് നോക്കി 200 പേജൊക്കെ മാഗസിനാണ്, 200 പേജസ് ഓഫ് ട്രാഷ് എന്നോട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഈ സിനിമയൊക്കെ എടുത്ത് സെൻറ്റർ സ്പെട്ടൊക്കെ നോക്കി സിനിമ ആടന്മാരെ കണ്ടിട്ട് ഫുള്ള് അന്നധികവും മലയാളത്തിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ ഹിന്ദി സിനിമയാണെങ്കിൽ അതിലാണ് ഈ ഗ്ലോസി പേപ്പറും ഭയങ്കര ഇതൊക്കെ ഉള്ളത്. അപ്പോൾ എന്തോ ശരിയാണ് അച്ഛൻ പറഞ്ഞൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഓക്കെ, വാട്ട് ആർ യു ഡൂയിങ്, തിങ്കിങ് അബൌട്ട് ദാറ്റ്, റീഡിങ് അബൌട്ട് ദാറ്റ് എന്നുള്ളത്. പക്ഷെ അവിടെയും ഒരു പോയിന്റ് ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ എന്ന് പറയുന്നത്, അല്ലേ? നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കും, ക്രിക്കറ്റ് കഴിഞ്ഞിട്ട് എത്ര നേരം ആൾക്കാർ ഓരോ ക്രിക്കറ്റിനെ പറ്റി ഫുട്ബോളിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഞാനൊരു സ്പോർട്സ് പ്രേമി അല്ലാത്തതുകൊണ്ട് പലപ്പോഴും ആൾക്കാർ സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത് കളി കഴിഞ്ഞില്ലേ, പിന്നെ ഇത് ഇത്ര വർത്തമാനം പറയാം. പക്ഷെ അതൊരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള ചർച്ചകളും ഇങ്ങനെയുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. സിനിമയും അതേപോലെയാണ്. പക്ഷേ സമയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ട്രേഡ് ഓഫ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എൻ്റെ സമയം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാതിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും ഞാനും ചെയ്യാതിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവണം. ആ കാര്യങ്ങൾക്ക് ഇതിനെക്കാട്ടും ഇമ്പോർട്ടൻസ് കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വർത്ത് വൈലാണ്. ഇപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ആ സമയത്ത് സിനിമയെ പറ്റിയുള്ള ചർച്ചയോ സിനിമ കാണുകയോ വീഡിയോ കാണുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ വേസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ ഐ തിങ്ക് ഒരു ബാലൻസ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ന് ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതുമായി ചുറ്റിപ്പറ്റില്ല, സിനിമ ഇൻഡസ്ട്രിയെക്കാട്ടും വലുതാണ് അതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയിട്ടുള്ള ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ. സിനിമയിൽ അഭിനയിക്കാതെ ഇൻ്റർവ്യൂ ചെയ്തിട്ടും അതേപോലെ ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടും മാത്രം ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ട് ധാരാളം, അല്ലേ? അതായത് അവരുടെ സിനിമകളൊന്നും ഒരാളും കാണുന്നില്ല എന്നുള്ള രീതിയിലാണ്. കാരണം എന്താ വെച്ചാൽ സിനിമകൾ നന്നാവാഞ്ഞിട്ടോ അല്ലെങ്കിൽ സിനിമയിൽ ചാൻസ് കിട്ടാഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കാൻ മതി. പക്ഷേ അവരുടെ സിനിമകളെക്കാട്ടും വലിയ ഹിറ്റാണ് അവർ റിബൺ മുറിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു സെൽഫി എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു വേദിയിൽ വന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴും.
അങ്ങനെ പല ആൾക്കാരുണ്ട് അല്ലേ. അപ്പം ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. സിനിമ എന്നുള്ളതൊരു ഒരു കോണ്ടെക്സ്റ്റ് മാത്രമാണ്. അതിനപ്പുറത്തായിട്ട് കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് ഉപജീവന മാർഗമാക്കിയ ആൾക്കാരുണ്ട്. അപ്പം ഐ തിങ്ക് ദ റോങ് പാർട്ട് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്, റോങ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫഹദ് പറഞ്ഞതിൽ തെറ്റുണ്ടെന്നല്ല, ഫഹദിൻ്റെ കാര്യം പറഞ്ഞാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ വെച്ചാൽ വി കനോട്ട് സ്റ്റോപ്പ്. ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ആ 2 മണിക്കൂർ സിനിമ കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് സിനിമയെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാധനമാണ് സിനിമ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിനിമ പ്രേക്ഷകൻ ചിലപ്പോൾ തിയേറ്ററിൽ വരാനല്ല, എന്തിനു വരണമെന്ന് വിചാരിക്കും. കാരണം പലപ്പോഴും ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഡേ വന്ന് കാണുക, തിയേറ്ററിൽ വന്ന് കാണുക, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, സിനിമയുടെ എക്സ്പീരിയൻസ് മാത്രമല്ല, ആൾക്കാരൊക്കെ കൂടി വരുന്നതിൻ്റെയും ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടടാ എന്നൊക്കെ പറയാനും ഒക്കെ ഉള്ളൊരു സംഭവമാണ്. എനിക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തിയേറ്റർ ഉണ്ട്. തിയേറ്ററിൽ പോയിട്ട് ഒരു $13-15 കൊടുത്തിട്ട് സിനിമ കണ്ട ഒരാവശ്യമില്ല. അല്ലെ, നമുക്ക് OTT വരുമ്പോൾ കാണാം, അല്ലെങ്കിൽ വേറെ വല്ല സിനിമയും കാണാം. എന്തിനാണ് ഈ മലയാള സിനിമയും കാണുന്നത്? ചെന്നൈ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് ആണ്, അതുണ്ട്. കൂടാതെ ഞങ്ങൾ സുഹൃത്തുക്കൾ പലപ്പോഴും കാണുമ്പോൾ ചർച്ച നടക്കുന്നത് സിനിമയെക്കുറിച്ചാണ്. ഇപ്പോൾ സിനിമയല്ലെങ്കിൽ വേറെന്ത് കാര്യമാണ് ചർച്ച ചെയ്യുക എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ രാഷ്ട്രീയം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ പലരും കാരണം എല്ലാവരും വാട്സാപ്പ് യൂണിവേഴ്സിറ്റി പോയിട്ട് ഡിഗ്രിയൊക്കെ എടുത്ത ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ എത്താത്ത കോൺവെർസേഷൻസും അടിയും ഇടിയൊക്കെ നടക്കും. സ്പോർട്സിനെ പറ്റി ആൾക്കാർ ചർച്ച ചെയ്യാറുണ്ട്. സ്പോർട്സുമായി ബന്ധമില്ലാത്ത ആൾക്കാർ ഒന്നും മിണ്ടാണ്ട് അങ്ങനെ ഇരിക്കും, ബോറടിക്കും. ചിലപ്പം സിനിമ പറയുമ്പോൾ ബോറടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം മതി. പക്ഷെ എന്നാലും ജനറലി ആ സിനിമ പറയുമ്പം പൊടിപ്പും തൊങ്ങലും ആകപ്പാടൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ സംസാരിക്കുമ്പം പിന്നെ പ്രത്യേകിച്ച് ചില ആൾക്കാരെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് സിനിമയായി ബന്ധമില്ലാത്ത ആൾക്കാരും ഈ റീൽസൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കാണ്ടിങ്ങനെ തുറന്നിങ്ങനെ നിൽക്കും. അപ്പം എല്ലാത്തിനും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ മൊത്തമായിട്ട് എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വിഷയം കൂടിയാണ് പലപ്പോഴും സിനിമ. അപ്പോൾ ആവേശം തന്നെ സിനിമ. ആവേശം കണ്ട ആൾക്കാരാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ വളരെ ആവേശത്തോടു കൂടി തന്നെ ആവേശത്തെക്കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇതൊരു ഗ്ലൂ കൂടിയാണ്. ഈ ഫിലിം എന്നുള്ള ആ ഒരു ടോപ്പിക്ക് ഒരു ഗ്ലൂ കൂടിയാണ് ആൾക്കാരെ സംസാരിക്കാൻ ഇതൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ സമയം, അതെനിക്ക് തോന്നുന്നത് എല്ലാ കാര്യത്തിലും ആ ട്രേഡ് ഓഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത്. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും ഇപ്പം ഞാൻ ബിഞ്ച് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ചില സമയം സീരീസ്, നല്ല ഗംഭീര സീരീസ്, ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ഉള്ള സീരീസ്. അതിങ്ങനെ കണ്ട് കുറേ കഴിഞ്ഞാൽ വിചാരിക്കും, ചേട്ടാ ഇത് എത്ര 15 മണിക്കൂർ ഞാൻ ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. ആ സമയത്ത് വേറെ ഒന്നും നടന്നിട്ടില്ല. പോഡ്കാസ്റ്റ് കേൾക്കുമ്പോഴോ ഓഡിയോ ബുക്സ് കേൾക്കുമ്പോഴോ എനിക്ക് ആ വിഷമം വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ 40 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഓഡിയോ ബുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ഇത് കേട്ടില്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. സോ ഇറ്റ് ഈസ് എ കമ്മ്യൂട്ട് ടൈം ദാറ്റ് ഐ എം യൂസിങ്. വീഡിയോ നമുക്കത് ഒരിക്കലും പറ്റില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷേ ഐ തിങ്ക് ഫഹദ് ദാറ്റ് എ വെരി വാലിഡ് പോയിന്റ് ദാറ്റ് ആ ട്രേഡ് ഓഫ് നോക്കണം നമ്മൾ, എവിടെയാണ് നമ്മുടെ സമയം നഷ്ടമാവുന്നത് എന്നുള്ളത്. എന്തൊക്കെ കോൺവെർസേഷൻസ്, എന്തൊക്കെ ബന്ധങ്ങൾ, എന്തൊക്കെ ജീവിതത്തിൽ അനുഭവങ്ങൾ നമ്മൾ ഇല്ലാതെയാക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആൻഡ് സിനിമ ഈസ് നോട്ട് ദ ഓൺലി തിങ്, സോഷ്യൽ മീഡിയ ഈസ് ഈക്വലി ദ സെയിം തിങ്. റീലുകൾ എന്നുള്ളത്, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്തോ ഒരു സാധനം നിങ്ങൾ ജീവിതത്തിൽ എന്തോന്ന് നിർത്തി വെച്ചിട്ടുണ്ട്, അതെന്താ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഫഹദ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവം, ഫഹദിനോട് ഭരദ്വാജ് ഗംഗാധരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സിനിമകൾ മൂപ്പരെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച സിനിമകളുണ്ടെന്ന്. മൂപ്പര് സിനിമ പാരഡീസോ അതേമാതിരി തന്നെ അമോസ് പെറോസിൻ്റെ 2 സിനിമകൾ പറഞ്ഞു. ഞാൻ സിനിമ പാരഡീസോ കുറേ കഴിഞ്ഞിട്ടാണ് കണ്ടത്. അമോസ് പെറോസ് ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുറേ ദിവസം അതിലെ ക്യാരക്ടേഴ്സ് എൻ്റെ മുമ്പിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുക. എന്നെ ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായൊരു സിനിമയാണ് അമോസ് പെറോസ്. സിനിമ പാരഡീസോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ അതിനെ സ്വാധീനിച്ചു എന്ന് പറയാനുള്ളൊരു സംഭവമല്ല. മേ ബി ഒരു ഫിലിം ഫീൽഡിൽ നിന്ന് ഫഹദ് വരുന്നതുകൊണ്ട് ഫഹദിന് തോന്നുന്നതായിരിക്കും. പക്ഷെ എനിക്ക് വേറെ ചില സിനിമകളൊക്കെ എനിക്ക് എൽ പസ്തീനോ, ദി പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഉണ്ട്. പാബ്ലോ നെരൂദയ്ക്ക് കത്ത് കൊണ്ട് കൊടുക്കുന്ന പോസ്റ്റ്മാൻ തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു കഥ. ഗംഭീര സിനിമയാണ്. എനിക്കത് എന്തൊരു ഇഷ്ടമാണെന്നറിയാം സിനിമ. അങ്ങനെ ധാരാളം സിനിമകൾ നമ്മളെ മനസ്സിൽ വീണ്ടും നമ്മളെ ചർച്ചകളിലും മനസ്സിലും ഒക്കെ വരുന്ന, നമ്മളെ ചിന്തകളിൽ വരുന്ന ചില സിനിമകളുണ്ട്. അത് നമ്മളെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്വാധീനിക്കുകയും ഇമ്പാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് കാണുന്ന പല സിനിമകളും ഫൊർഗറ്റബിളാണ്, മറന്നു പോകും പെട്ടെന്ന്. പല സിനിമകളും ഞാൻ OTT-യിൽ ഒന്നിന് ശേഷം ഒന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് മേലിച്ച്
ചങ്ങായി ഇപ്പോഴാണ് കള്ളനായത്, ഇവനല്ലേ പോലീസായതിന് കുറച്ച് മുമ്പേ എന്നുള്ളത്. നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പല പല സിനിമകൾ കണ്ടുകൊടുക്കുമ്പോൾ ഇതേ നടൻ വേറൊരു സിനിമയിൽ പോലീസുകാരനായിരുന്നു, ഈ സിനിമയിൽ കള്ളനാണ്. അപ്പോൾ ഇതൊക്കെ ക്രോസ് കണക്ഷനാണ് പലപ്പോഴും സിനിമ, ഇത്രയും സിനിമയായതുകൊണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമ ഫൊർഗറ്റ്ഫുൾ ആവാനുള്ള കാരണം അത്രയും സിനിമകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഇന്ന് കാണുന്നൊരു സിനിമ ഒരു വർഷം കഴിഞ്ഞാലും ഓർമ്മയിൽ നിൽക്കുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. പലതും എനിക്ക് ഈ അടുത്ത കാലത്തെ സിനിമയിൽ നിങ്ങൾ കണ്ടതിൽ നിങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന സിനിമകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഞാൻ പറയും കാതൽ എന്ന് പറഞ്ഞ സിനിമ ഞാൻ പറയും. അത് എനിക്കിഷ്ടപ്പെടാൻ ഉള്ള കാരണം സിനിമ നല്ലതാണെന്ന് കൂടാതെ അതിന് ഡയറക്ടറെ നേരിട്ട് പരിചയമുണ്ട് എന്നുള്ളതുകൊണ്ടൊക്കെ, അത് കഴിഞ്ഞിട്ട് ആ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളത് കൊണ്ടും, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലെ നമ്മുടെ കൂടെ അഭിനയിച്ച മൂപ്പരെ ഞാൻ വിളിക്കുകയൊക്കെ ചെയ്തു. ആൻഡ് ഐ സ്പോക്ക് ടു ഹിം ആൻഡ് ഐ മെയ്ഡ് എ റിവ്യൂ. ദാറ്റ് റിവ്യൂ വാസ് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് എനിക്ക് മനസ്സിൽ നിന്ന് തുറന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ചില സിനിമകൾ, അപ്പോൾ സിനിമ കണ്ടതുകൊണ്ടാണോ അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ചർച്ചകളും അതിൻ്റെ കാരണങ്ങളും കൊണ്ടാണോ ആ സിനിമ ഫൊർഗറ്റ്ഫുൾ അല്ലാതെ വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് പുസ്തകം പോലെ തന്നെ. ചില പുസ്തകങ്ങൾ നമ്മളെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരും. ചില പുസ്തകങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് വീണ്ടും വീണ്ടും താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഇപ്പം ഞാൻ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, ആൾക്കാർ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങൾ പറയാൻ ഉണ്ട്, അത് ആ സമയത്ത് പറയാം. പക്ഷേ സമയം ശരിയാണ് അത് പറയണത്, അപ്രസക്തമാണ് ഒരു നടനും സിനിമയുമൊക്കെ ആ തിയേറ്ററിൻ്റെ പുറത്ത് അപ്രസക്തമാവണം എന്നുള്ള സംഭവം. അതൊരു വളരെ ജെനുവിനായിട്ടുള്ള വളരെ നല്ലൊരു ഇതാണ്. പക്ഷെ ആൾക്കാരങ്ങ് കണ്ട സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അങ്ങോട്ട് മനസ്സിൽ നിന്നും ഒക്കെ അങ്ങ് പോകണമെന്നുണ്ടെങ്കിൽ കൊടുത്ത പൈസ മുതലായില്ല എന്നുള്ളൊരു ഫീലിംഗ് കൂടെ ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം എനിക്ക് ഫഹദ് എന്നുള്ള നടൻ, ഫഹദ് ഏത് സിനിമയിൽ അഭിനയിച്ച സിനിമയെക്കാട്ടും കൂടുതൽ ഹി വാസ് ഔട്ട് ഓഫ് ദ ഇൻഡസ്ട്രി, റൈറ്റ്? വന്നു, ലോഞ്ച് നടന്നു, ഔട്ട് ഓഫ് ദ ഇൻഡസ്ട്രി, ആൻഡ് ദെൻ ഹി കെയിം ബാക്ക്. എനിക്ക് തോന്നുന്നു ഫഹദിൻ്റെ സിനിമ കാണുമ്പോഴൊക്കെ ആൾക്കാർക്ക് ആ ഒരു സാധനം ബിഹൈൻഡ് ദ മൈൻഡ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഫഹദിൻ്റെ സിനിമകൾ വിജയിക്കുമ്പോൾ നമ്മളും വിജയിക്കുന്നു എന്ന് തോന്നുന്ന ഒരു സാധാരണ എന്താ പറയുക, എന്നെ പോലെ പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നൊരു വ്യക്തിക്ക് ഉണ്ടാവുന്നൊരു ആത്മവിശ്വാസം കൂടിയാണ് ഫഹദിൻ്റെ സിനിമ വിജയിക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളൊരു സിനിമയായിട്ടും ക്യാരക്ടറായിട്ടും നടനുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അന്യോന്യം അറിയില്ലെങ്കിലും. ഇതൊക്കെയാണ് എനിക്ക് ഒരു പേഴ്സണൽ തോട്ട്സ് ഷെയർ ചെയ്യാനുള്ളത്. അവനങ്ങനെയാക്കാം.